ഇതും കേരളത്തിലാണ്. കുടുംബനാഥൻ തിരിച്ചുവരുമെന്ന് കരുതി മൃതദേഹത്തിന് ചുറ്റുമിരുന്ന് 3 മാസമായി പ്രാർത്ഥിക്കുന്ന കുടുംബം. കൊളത്തൂർ അമ്പലപ്പടിയിൽ താമസിച്ചിരുന്ന വാളയിൽ സെയ്ദാണ് മരിച്ചത്. വീട് തുറക്കാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു. വാതിൽ പൊളിച്ച് അകത്ത് കയറിയ പോലീസ് കണ്ടത് ഇതൊക്കെ. ഷീറ്റൊക്കെ ഇട്ടിട്ടൊരു മൃതദേഹം തന്നെ കണ്ട കാഴ്ചയിൽ അങ്ങനെ കിടക്കുകയാണ്. തൊട്ടടുത്ത് ഇങ്ങനെ സുജൂദ് ചെയ്യുന്ന പോലെ മക്കളും അവരൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അവരൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഇളക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ സാറ് പറഞ്ഞു അവർക്കൊക്കെ മുടിപ്പുണ്ട്, നമുക്ക് പെട്ടെന്ന്, അപ്പം പറഞ്ഞു പെട്ടെന്ന് പൊളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കോടാലി കൊണ്ടുവന്ന് വാതിൽ പൊളിക്കുകയാണ് ചെയ്തത്. പൊളിച്ച സ്പോട്ടിന് അവരെടുത്തപ്പോൾ ആർക്കും ഒരു കുഴപ്പമൊന്നും കാണുന്നില്ല. ഉമ്മയും 2 മക്കളും പിന്നെ ഒരു 3 മക്കളും, ഒരു ആൺകുട്ടിയും 2 പെൺകുട്ടികളും, അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് കണ്ടത്. മാസങ്ങളായി വീട്ടുകാരെ പുറത്തു കാണാറില്ലെന്ന് അയൽവാസികൾ പറഞ്ഞു. 3 മാസമായി എന്തേലും പറഞ്ഞാൽ ഞാൻ പാടത്തൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഈ അയൽവാസികളല്ലേ കണ്ടാൽ ഞങ്ങളോട് നല്ലോണം മുണ്ടുന്ന ആളാണ്. അവർക്ക് തങ്ങന്മാരേതാ ചികിത്സയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയണേക്കാം. അല്ലാതെ നമുക്ക് ഓരോ ഡീലിങ്ങും കാര്യമൊന്നുമില്ല. വീട്ടിനകത്ത് ചോറും ഇറച്ചിയും പാകം ചെയ്തതും കണ്ടു. മരിച്ച സെയ്ദിന് 22 വയസ്സുള്ള മകനും 17ഉം 13ഉം വയസ്സുള്ള 2 പെൺമക്കളുമുണ്ട്. പിതാവ് തിരിച്ചുവരുമെന്ന് കരുതി പ്രാർത്ഥിക്കുകയായിരുന്നുവെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞു. സുജി പട്ടാമ്പിക്കൊപ്പം മുഹമ്മദ് നൌഫൽ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.